സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു വ്ളോഗാണത്. ഞാൻ അവിടെ പോയി എന്ന് ട്രാവൽ ചെയ്യുന്ന പോലെ എൻ്റെ പഴയൊരു സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബുക്കൊക്കെ ഞാൻ കാണിച്ചു, സർട്ടിഫിക്കറ്റൊക്കെ. സ്കൂളിലാണ് പോയത്, കോളേജിൽ. അപ്പോൾ സാറേ എന്നോട് പറഞ്ഞു, സർട്ടിഫിക്കറ്റ് കണ്ടിട്ട് മാർക്കൊക്കെ കമ്മിയാണ്, നിൻ്റെ കാറ്റഗറി നോക്കിയിട്ടാണ്, കാസ്റ്റ് നോക്കിയിട്ടാണ് നിനക്ക് സയൻസൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒന്നും പറഞ്ഞൊന്നുമില്ല. സാറേ എനിക്കറിയില്ല, ഞാൻ പിന്നെ മനസ്സിൽ ഗ്രാൻഡൊക്കെ കിട്ടുമല്ലോ എന്നിട്ടാണ് സയൻസൊക്കെ, ഗ്രാൻഡ് മാത്രമല്ല ഒരു സയൻസിസ്റ്റ് ആണെന്നിട്ടൊക്കെ ആയിരുന്നു. പിന്നെ എത്ര പഠിച്ചിട്ടും മൈൻഡിൽ കയറുന്നില്ല. മലയാളം മീഡിയം ആയിരുന്നല്ലോ, പിന്നെ ഇംഗ്ലീഷൊക്കെ ആയിരുന്നു +1 +2. പിന്നെ CBSE എടുത്തപ്പോഴാണ് മനസ്സിലായത്, ആരും തെറ്റിദ്ധരിക്കണ്ട, ഞാൻ അങ്ങനെയാണ്, ഞാനും ഒരു പേഷ്യൻ്റാണ്, എപ്പോഴും ഇവിടം വിട്ട് പുറത്ത് പോകണം എന്നിട്ടൊക്കെയാണ്. അതുകൊണ്ടാണ് എൻ്റെ ഹാബിറ്റ്. ഇങ്ങനെ പുറത്ത് പോകണം പറഞ്ഞാൽ എനിക്ക് വയ്യ, എനിക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കണം. എപ്പോഴും സ്ട്രെസ്സ് ഫീൽ ചെയ്യാം മൈൻഡിൽ. അപ്പം ദൈവത്തിനോട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ രാജ്യം വരയണമേ, പിതാവേ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കർത്തവ്യം നിറവേറ്റുവാൻ ഏകനാക്കി വിളിക്കണമേ. പിതാവിന് പരിശുദ്ധാത്മാവിന് സ്തോത്രം പറയുന്നു. ഈശോമിശിഹായേ എന്നെപ്പോഴും സ്തുതി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പണ്ട് കുട്ടിക്കാലത്തിൽ ഞാൻ മദ്രസ പഠിക്കാൻ വേണ്ടിയിട്ട് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി ചോദിച്ചപ്പോൾ ഇപ്പോഴല്ലേ വരേണ്ടത്, മോർണിംഗിലേ വരേണ്ടതെന്നൊക്കെ പറഞ്ഞു. പിന്നെ കുട്ടിക്കാലത്ത് പഠിച്ച ഒരു ഓർമ്മ പോലെ ഖുറാനൊക്കെ ഈ ഇമാം മഹദിനെ കുറിച്ചൊക്കെ ഓതുമ്പോൾ എനിക്ക് എന്തൊക്കെയോ മലയാളം പോലെയൊക്കെ തോന്നാറുണ്ട്. എനിക്ക് പിന്നെ അത് മനസ്സിലാക്കി തരുന്ന ദൈവദാസന്മാരുണ്ടാകാം. ഞാൻ ഒരു ഈശ്വര വിശ്വാസികളാണ്. പിന്നെ ഇങ്ങനെ മുകളിലോട്ട് നോക്കുന്ന സമയമുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എൻ്റെ സ്ലാങ് എന്തെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നാടൻ പാട്ടുകളൊക്കെ ആസ്വദിക്കുന്നതുകൊണ്ടാണ്. പിന്നെ മണിച്ചേട്ടനെ പോലെ ഒരു ചെറിയച്ഛനൊക്കെ ഉണ്ട് എനിക്കും. കൊടുവായൂരൊക്കെയാണ് വീട്. കണ്ട അതിയൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. പണിക്ക് ഇപ്പം എങ്ങനെയുണ്ട്, പണിക്കൊക്കെ പോകുന്നുണ്ട്. നേരത്തെ പോയപ്പോൾ ഞാൻ പൈസയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അപ്പോൾ പൈസ എനിക്ക് ക്ലെയിം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ബിഗ് ബോസാണ് വർക്ക് ചെയ്തത്. ഇല്ലെങ്കിൽ ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ടാകും. പിന്നീടാണ് കിട്ടിയത്. ആരും തെറ്റ് ചെയ്യരുത്, ലഹരി ആരോഗ്യത്തിന് ഹാനികരമാണെന്നാണ് പറയുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ്.